പോലീസ് വീഴ്ച പരിശോധിക്കാൻ സുപ്രീംകോടതി നിയോഗിച്ച കമ്മിറ്റിയുടെ നടപടി ഭയന്നാണ് സെൻകുമാർ തനിക്കെതിരെ പ്രതികരിച്ചതെന്ന് നമ്പി നാരായണൻ. സെൻകുമാറിനോട് തനിക്ക് സഹതാപം മാത്രമാണുള്ളത്. തെരഞ്ഞെടുപ്പിൽ എവിടെ നിന്നാലും സെൻകുമാറിന് വോട്ട് കിട്ടില്ലെന്നും നമ്പി നാരായണൻ പറഞ്ഞു. മീഡിയ വൺ സ്പെഷ്യൽ എഡിഷനിലായിരുന്നു നമ്പി നാരായണന്റെ പ്രതികരണം. മുൻ ശാസ്ത്രജ്ഞൻ നമ്പി നാരായണന് പത്മഭൂഷൺ ലഭിച്ചതിനെ അമൃതിൽ വിഷം കലർത്തിയതിന് തുല്യമെന്നാണ് മുൻ DGP TP സെൻകുമാർ പരാമർശിച്ചത്. സെൻകുമാറിന്റെ വാക്കുകൾ മറുപടി അർഹിക്കുന്നതല്ലെന്നാണ് നമ്പി നാരായണൻ മീഡിയ വൺ സ്പെഷ്യൽ എഡിഷനിൽ പറഞ്ഞത്. പോലീസ് വീഴ്ച പരിശോധിക്കാൻ സുപ്രീംകോടതി നിയോഗിച്ച കമ്മിറ്റിയുടെ നടപടി ഭയന്നാണ് സെൻകുമാർ തനിക്കെതിരെ പ്രതികരിച്ചത്. സെൻകുമാർ ചെയ്ത ചില കാര്യങ്ങൾ തെറ്റാണ് എന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ ബേസ് ചെയ്ത് കുറേ ആക്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിലുള്ള ഒരു പേടി കാണാനുള്ള സാധ്യത ഉണ്ട്. തരം താഴ്ന്ന സംസാരം നടത്തിയ സെൻകുമാറിനോട് സഹതാപം മാത്രം. മിസ്റ്റർ സെൻകുമാറോട് പശ്ചാത്താപമാണ് തോന്നുന്നത്. അതായത് ഐ ഫീൽ പിറ്റി ഫോർ ഹിം. രാഷ്ട്രീയ താൽപര്യം മൂലമാണ് BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള ഈ വിഷയത്തിൽ ഒന്നും പറയാത്തത്. സെൻകുമാർ സ്ഥാനാർത്ഥിയായി നിന്നാൽ ഒരു വോട്ടും കിട്ടില്ല. അല്ല, ഇമേജിനെ ഇഷ്ടപ്പെടുത്തിയിട്ടല്ല, അങ്ങനെ എവിടെ പോയാലും വോട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേ ഉള്ളൂ. നമ്പി നാരായണന്റെ പേര് 2016 പത്മഭൂഷണ് വേണ്ടി രാജീവ് ചന്ദ്രശേഖർ ശുപാർശ ചെയ്തതിന്റെ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിനെതിരെ സെൻകുമാർ ഇത്തരത്തിൽ നടത്തിയ നീക്കം സംസ്ഥാന BJPയും ഞെട്ടിച്ചു. മീഡിയ വൺ, തിരുവനന്തപുരം.